ഗ്രീസിലെ അത്ഭുത ഭൂപ്രദേശമായ മെറ്റിയോറയിലേക്ക് ഒരു ദീർഘമായ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ വന്നിറങ്ങി. അവിടെ കുറേ ആശങ്കകളൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിലും ആ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ച് എനിക്ക് ഒരു ഗൈഡിനെ കിട്ടി. കത്രീന എന്നാണ് അവളുടെ പേര്. എൻ്റെ ഈ യാത്രകളിൽ, ഇത്രയും കാലത്തെ ലോകയാത്രകളിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ഗൈഡായിട്ട്, ഒരു ടൂർ ഗൈഡായിട്ട് എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. അവളെന്നെ ഈ മിനി ബസ്സിനകത്തേക്ക് നയിച്ചു. ആ ബസ്സിനകത്ത് ഒരു 7-8 പേര് അപ്പോൾ തന്നെ ഉണ്ട്. ഒരു ഡ്രൈവറുണ്ട്. ഈ ഡ്രൈവർക്ക് പക്ഷേ ഇംഗ്ലീഷൊന്നും അറിയില്ല. കത്രീന നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ കത്രീന സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. അവൾ ഒരു ചരിത്ര വിദ്യാർത്ഥിനിയാണ്. ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നു. പഠനത്തോടൊപ്പം അവൾ ടൂർ ഗൈഡായിട്ട് ജോലി ചെയ്യുന്നു, ഒരു പാർട്ട് ടൈം ജോലി. ഈ ജോലിയിലൂടെയാണ് അവൾ പഠിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നത്. വളരെ മിടുക്കിയായൊരു പെൺകുട്ടി. നല്ല സംഭാഷണ മികവ്, ചരിത്രബോധം, ആളുകളെ മാനേജ് ചെയ്യാൻ, ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവ് ഒക്കെയുള്ള ഒരു മിടുക്കിയാണെന്ന് അവൾ ഒരു 1-2 കിലോമീറ്റർ ഞങ്ങൾ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് തന്നെ തെളിയിച്ചു. ഞങ്ങൾ കലബാക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. യാത്ര തുടർന്ന് ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് മല കയറുകയാണ്. ഈ കലബാക്ക പട്ടണത്തിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് അകലെ ഈ മെറ്റിയോര പ്രദേശം കാണാം. മെറ്റിയോരയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പില്ലർ റോക്കുകളാണ്, തൂണുകൾ പോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ചുണ്ണാമ്പ് പാറകൾ. ഈ പാറകളുടെ മുകളിൽ നിരവധി മൊണാസ്ട്രികൾ. പാറകളുടെ മുകളിൽ മാത്രമല്ല, പാറകളുടെ വശങ്ങളിലെ പൊത്തുകളുണ്ട്, നിരവധിയായ ഗുഹകളുണ്ട്. ഈ ഗുഹയ്ക്കകത്ത് ചെറിയ ചെറിയ ഇടുങ്ങിയ ഗുഹകളാണ്. അതിനകത്തും സന്യാസിമാർ ദീർഘകാലം വസിച്ചിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം ഉള്ള ഒരു അത്ഭുത പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ കത്രീന ഈ പ്രദേശത്തിൻ്റെ ചരിത്രം പറഞ്ഞു. ഇവിടെ ഈ ഗുഹകളിൽ ഏതാണ്ട് 1000-1200 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ സന്യാസിമാർ വസിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സന്യാസിമാർ. ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ സന്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ സാധാരണ വൈദികരെ പോലും കണ്ട ഒരു സന്യാസിയെ പോലെയാണ്. താടിയൊക്കെ നീട്ടി വളർത്തി, കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഒരു പ്രത്യേക ചൈതന്യത്തോടെ നടക്കുന്ന ആ ഫീല് തരുന്ന ഒരു വിഭാഗം ആളുകളാണ്. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇത്തരം വിദൂരമായ വിജനമായ സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 1-2 പേർ ചേർന്നോ ഒറ്റയ്ക്കോ ചെറിയൊരു സമൂഹമായിട്ടോ ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗുഹകളിൽ 50,000 കൊല്ലം മുമ്പ് മുതൽ മനുഷ്യർ വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് ഒഴിഞ്ഞു കിടന്നു. പിന്നീട് ഈ സന്യാസിമാർ ഈ ഗുഹയിലേക്ക് താമസം മാറ്റുന്നത് ഏതാണ്ട് 1300-കളിലും 1400-കളിലൊക്കെയാണ്. ഈ കാലഘട്ടത്തിൽ ആളുകൾ, സന്യാസിമാർ ഇവിടേക്ക് താമസം മാറ്റാൻ ഒരു കാരണമുണ്ട്. ഈ സമയമായപ്പോഴത്തേക്ക് ഗ്രീസിനെ തുർക്കി ആക്രമിച്ചു, കീഴടക്കി. ഓട്ടോമാൻ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായി. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അക്കാലത്തൊക്കെ കീഴടക്കുന്ന പ്രദേശങ്ങളിൽ ആ ഭരണാധികാരികൾ ആ നാട്ടിലുള്ള ജനത്തെ മതപരിവർത്തനത്തിന് വിധേയമാക്കുക ഒരു സാധാരണ സംഭവമാണ്. അത് യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മതപരിവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒക്കെ ക്രിസ്ത്യൻ സന്യാസിമാർ ഇത്തരം ഒളിവ് പ്രദേശങ്ങളിലേക്ക്, ഈ മെറ്റിയോര പോലെ നിഗൂഢമായ പ്രദേശങ്ങളിലെ മലകളിലെ, ഈ ചുണ്ണാമ്പ് പാറകളിലെ പൊത്തുകളിലെ ഗുഹകളിൽ താമസമാക്കി. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പം അവരിൽ ചിലർ, സാഹസികന്മാരായ സന്യാസിമാർ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിലേക്ക്, ഈ വലിയ പില്ലറുകളുണ്ടല്ലോ, ചുണ്ണാമ്പ് പാറയുടെ തൂണുകൾ, അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ മൊണാസ്ട്രികൾ പണിത് താമസമാക്കി. അവിടെ 1-2 ആളുകൾ, ചിലപ്പോൾ 3-4 സന്യാസിമാർ ഒക്കെ അവിടെ താമസമാക്കി. എല്ലാ ദിവസവും അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഇവർക്ക് ഭക്ഷണം ശേഖരിക്കാനും വെള്ളം ശേഖരിക്കാനും പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന 2 പേർക്കൊക്കെ വേണ്ട കൃഷികൾ അവിടെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവിടെ സ്വതന്ത്രമായ, അവിടെ പ്രാർത്ഥനാ ജീവിതം നയിച്ചു. അങ്ങനെയാണ് അവിടെ പിന്നീട് വിപുലമായി 50-60 സന്യാസിമാർ വസിക്കുന്ന വലിയ മൊണാസ്ട്രികൾ വരെയായി മാറിയത്. അത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ മൊണാസ്ട്രികളൊക്കെ മാറുന്നത്. സന്യാസിമാർ ആദിമകാലത്ത് ജീവിച്ചിരുന്ന ഗുഹാസമുച്ചയങ്ങളുടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. അവിടെ ഒരു പാർക്കിംഗ് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കത്രീന ഒരു ബ്രീഫായിട്ടുള്ള ഒരു വിവരണമൊക്കെ തന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. കത്രീനയ്ക്ക് പിന്നാലെ നടക്കുകയാണ്. കുറച്ച് ദൂരം നടക്കണം. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു കുന്നിൻ്റെ വക്കിലേക്ക് ചെല്ലുമ്പോൾ അതിന് നേരെ മുൻവശത്ത് കോട്ട കെട്ടിയ പോലെ ഒരു വലിയ പാറക്കെട്ടാണ്, വലിയൊരു പാറക്കെട്ട്. ഈ പാറക്കെട്ടിൽ ഒരു 10-60 അടി ഉയരത്തിൽ കുറേ പൊത്തുകൾ, ചെറിയ ഗുഹകളുടെ വാതിലുകൾ കാണാം. അങ്ങോട്ട് കയറിപ്പോകാൻ പ്രത്യേകിച്ച് പടവുകളൊന്നുമില്ല. ചെറിയ ഗോവണിയുണ്ട്. ഈ ഗോവണി ഒരു മട്ടുപ്പാവ് പോലൊരു ഭാഗത്തേക്ക് കൊണ്ട് നിർത്തിയിരിക്കുക. ആ ബാൽക്കണിയിൽ കപ്പിയും കയറും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് സാധനങ്ങൾ ഇവർ താമസിക്കുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് എടുക്കുകയും തിരിച്ചു കൊടുത്തു വിടുകയൊക്കെ ചെയ്യുന്നത്. ഈ ഗുഹകൾക്കകത്തെല്ലാം നിരവധി സന്യാസിമാർ ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. ശത്രുക്കളെ ഭയന്നാണ് ഇവരിതിനകത്ത് താമസിച്ചിരുന്നത്.
അപ്പോൾ ഈ ഗോമണി തന്നെ ഇവരെ ആൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഉയർത്തും, എടുത്ത് പൊക്കും, എന്നിട്ട് മുകളിൽ വയ്ക്കും. 400 അടി ഉയരത്തിൽ വരെയുള്ള ഗുഹകളിൽ താമസിച്ചിരുന്ന സന്യാസിമാരുണ്ട്. 400 അടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള പൊത്തുകളിൽ താമസിച്ചിരുന്നവരുണ്ട്. അതിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമായിരുന്നു. 40-50 വർഷം ഇത്തരം ഗുഹകളിൽ ജീവിച്ചിട്ട് വെറും 4-5 തവണ മാത്രം ഈ ഗുഹയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇവർ പക്ഷേ ജീവിക്കുന്നത്? അപ്പോൾ ഈ ഗുഹകളിലൊക്കെ താമസിച്ചിരുന്ന സന്യാസിമാർക്ക് ഇതിൻ്റെ താഴ്വാരത്തെ ഗ്രാമങ്ങളിലുള്ള ആളുകൾ ഓരോ കുടുംബം മാറി മാറി ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കും. 100-300 കുടുംബങ്ങളുണ്ടെങ്കിൽ ഓരോ കുടുംബം ഓരോ ദിവസം ഈ സന്യാസിമാർക്കുള്ള ഭക്ഷണം എത്തിക്കും. അതെല്ലാം കൂടെ ഓരോ ദിവസവും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവരികയല്ല, ചിലപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഇവർ കൊണ്ടുവരും. അപ്പോൾ മുകളിൽ നിന്ന് സന്യാസിമാർ കയർ താഴേക്ക് ഇറക്കി കൊടുക്കും. ആ കയറിൻ്റെ അറ്റത്തുള്ള കൂടയിൽ ഇവർ ഭക്ഷണമൊക്കെ നിക്ഷേപിക്കും. ഇത് ഇവർ വലിച്ച് മുകളിലേക്ക് കയറ്റും. എന്നിട്ട് കയറും കപ്പിയൊക്കെ ഊരിയകത്ത് വെക്കും. എന്നിട്ട് ഇതിനകത്ത് ജീവിതം. ഇവർ ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? ഫുൾ ടൈം പ്രാർത്ഥന, ധ്യാനം, മെഡിറ്റേഷൻ. ഇത് തന്നെ ഇവരുടെ ജീവിതക്രമം അങ്ങനെ തന്നെയാണ്. പുറം ലോകത്തെ സുഖസൗകര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഏകാന്തമായ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയും ധ്യാനവുമായിട്ടിരിക്കുന്നു. നമ്മുടെ ഹിമാലയത്തിലെ സന്യാസി വര്യന്മാരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സന്യാസ ജീവിതം എല്ലാ മതത്തിലുമുണ്ട്. ഹൈന്ദവ സന്യാസിമാരുണ്ട്, ബുദ്ധഭിക്ഷുക്കളായ സന്യാസിമാരുണ്ട്, മുസ്ലിം സമുദായത്തിൽ സൂഫി വര്യന്മാരുണ്ട്. അത്തരത്തിലുള്ള നിരവധി സന്യാസ രീതികൾ ലോകത്തെ മിക്കവാറും എല്ലാ മതങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന കുറേ ഗുഹകളുടെ ഒരു സമുച്ചയമുണ്ട്. ഇങ്ങനെ ആ മലയുടെ ഏതാണ്ട് മുകൾ ഭാഗത്തായിട്ട്, ഏറ്റവും മുകളിലല്ല, ആ മല ഒരല്പം മുൻപോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഗുഹയ്ക്കകത്തേക്ക്, ഇവർ താമസിക്കുന്ന ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങില്ല, മുകളിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോവും. മാത്രമല്ല ഈ മഴക്കാലത്ത് ഈ മലയുടെ വക്കിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഇവരൊരു ചാല് കീറി ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് അവരുടെ വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റിയിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കത്രീന, ഇപ്പോഴും ഇതിനകത്ത് സന്യാസിമാരുണ്ടോ? ഇത് ഏത് കാലഘട്ടം വരെയാണ് ഇവിടെ സന്യാസിമാരുണ്ടായിരുന്നത്? അപ്പോൾ കത്രീന അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവ് പറഞ്ഞു, ഇപ്പോഴും അതിനകത്തൊരു സന്യാസിയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 85 വയസ്സായി. ചിലപ്പോൾ അദ്ദേഹം അധികം താമസിയാതെ താഴേക്ക് ഇറങ്ങി വരും. എന്തിനാണ് താഴേക്ക് ഇറങ്ങി വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ സന്യാസി താഴേക്ക് ഇറങ്ങി വരുന്നത് ആ സന്യാസം തുടരാൻ മറ്റൊരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അത് ഈ സമൂഹത്തിൽ നിന്നൊരാളെ കണ്ടെത്തിക്കഴിഞ്ഞ് അയാൾക്ക് ഈ സന്യാസം മഠം അല്ലെങ്കിൽ ഈ ഗുഹ കൈമാറും. അദ്ദേഹം അതിനകത്ത് കയറി ഈ സന്യാസം തുടരും, ഈ പ്രാർത്ഥനകൾ ആരംഭിക്കും, ആ സന്യാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതോടെ ഈ വൃദ്ധനായ സന്യാസി, പ്രായാധിക്യം വന്ന സന്യാസി പിന്നെ അങ്ങോട്ട് പോവില്ല, വേറെ എവിടെയെങ്കിലും ഒരു വാർദ്ധക്യകാല ജീവിതം അനുഷ്ഠിക്കും, മരണത്തെ പുൽകും. ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം. ഇതൊക്കെ ലോകത്ത് വിചിത്രമായ ജീവിതം തുടരുന്ന സന്യാസ സമൂഹങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള അറിവ് നമുക്ക് കൗതുകം പകരുന്നതാണ്. ഞങ്ങളാ താഴെ നിന്ന് കഥ കേൾക്കുമ്പോഴും ഞാനവിടെ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആ അങ്ങ് മുകളിലുള്ള ആ പൊത്തിനകത്ത് ഒരു സന്യാസി ജീവിക്കുന്നുണ്ടെന്നുള്ള അറിവ് ഭയങ്കര അത്ഭുതകരമല്ലേ, ഒരു ഞെട്ടിക്കുന്ന അറിവല്ലേ. ഈ ഗുഹാ സമുച്ചയങ്ങൾക്ക് മൊത്തം കേവ്സ് ഓഫ് സെയിൻറ്റ് ഗ്രിഗോറിയോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് നിരവധി സന്യാസിമാർ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനകത്തെല്ലാം കൂടി ഒരാളെ വസിക്കുന്നുള്ളൂ. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു നടന്നു. അങ്ങനെ പോകുമ്പം ഒരു കല്ലുകൊണ്ട് പണിത ഒരു ചെറിയൊരു ചാപ്പലുണ്ട്. ഡൂപ്പിയാനി ചാപ്പൽ എന്നാണ് അതിൻ്റെ പേര്. ഈ ഡൂപ്പിയാനി ചാപ്പലിനകത്ത് ഞങ്ങൾ കയറിയിരുന്നു. ഈ ഡൂപ്പിയാനി ചാപ്പൽ ഏതാണ്ട് AD 700-കളിൽ പണിതതാണ്, ഏതാണ്ട് 1300 വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണ്. അതിനോടനുബന്ധമായി വലിയൊരു മൊണാസ്ട്രി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുർക്കികൾ വരുന്നിടം വരെ അത് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. തുർക്കികളുടെ ആ ഇൻവേഷന് ശേഷം ആ മൊണാസ്ട്രി അടച്ചു പൂട്ടി. പക്ഷേ അവിടെ ഒരു ചെറിയ ചാപ്പൽ മാത്രമായിട്ട് അവശേഷിച്ച് ബാക്കിയൊക്കെ പൊളിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ഈ സന്യാസിമാർ ഈ മലയുടെ പൊത്തുകളിലേക്ക് താമസം മാറ്റുകയും മതപരിവർത്തനം ഭയന്ന് അതിനകത്ത് താമസമാക്കുകയൊക്കെ ചെയ്തത്. അവിടുന്ന് യാത്ര തുടരുമ്പോൾ നമ്മൾ ഈ മലഞ്ചെരിവുകളിലൂടെയും വനപ്രദേശങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. കുറച്ചൊരു കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. ആ ഗ്രാമത്തിൻ്റെ പേര് കാസ്ട്രാക്കി എന്നാണ്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പായി. ഇപ്പോൾ സമയം 12:30, 1 മണിയാകാറാകുകയാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഞാൻ ഉണർന്നതാണ്. അത് കഴിഞ്ഞ് 5 മണിയായപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറേ നേരം നടന്ന് വേർത്ത് കുളിച്ചാണ് മെട്രോ സ്റ്റേഷൻ രാവിലെ കണ്ടുപിടിച്ചത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടുന്ന് 5 മണിക്കൂർ യാത്ര. അപ്പോൾ കയ്യിലൊരു ചോക്ലേറ്റ്, ഞാൻ എപ്പോഴും എൻ്റെ ക്യാമറയുടെ ബാഗിനകത്ത് ഒരു ചോക്ലേറ്റ് സൂക്ഷിച്ചിട്ടുണ്ടാകും, ചോക്ലേറ്റ് ബാർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രകളിൽ എപ്പോഴും നമുക്ക് ഭക്ഷണം കൃത്യസമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. തന്നെയല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വൈകിപ്പോയാൽ അടുത്തൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഇല്ലാത്തൊരു സ്ഥലത്ത് പെട്ടുപോയാലൊക്കെ പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് എപ്പോഴും കഴിയുമെങ്കിൽ ഒരു കുപ്പി വെള്ളവും ഒരു ബാർ ചോക്ലേറ്റ് എങ്കിലും ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് രക്ഷപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് ഈ കലബാക്ക സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഈ ചോക്ലേറ്റും കഴിച്ചു, കുറച്ച് വെള്ളവും കുടിച്ച് എനർജിയൊക്കെ സംഭരിച്ചിട്ടായിരുന്നേ. പക്ഷേ വീണ്ടും വിശപ്പ് തുടങ്ങി. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചില്ലേ ശരിയാവില്ലല്ലോ. ഞാൻ കത്രീനോട് ചോദിച്ചു, നമ്മൾ ലഞ്ച് ബ്രേക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടോ? പറഞ്ഞു, ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല,
ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് കാസ്ട്രാക്കി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഇവിടെ ഞങ്ങൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നിർത്തിത്തരാം. കത്രീന ബാക്കിയുള്ളവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭക്ഷണം കഴിക്കണം, ഞങ്ങളെല്ലാവരും ഈ ട്രെയിനിന് വന്നവരാ, പുലർച്ചെ 4 മണിക്ക് ഏറ്റു വന്നവരാ, ഞങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. സാധാരണ യൂറോപ്പിലൂടെയും അമേരിക്കയിലൂടെയും അല്ലെങ്കിൽ ഏത് രാജ്യത്തൂടെയും ഇന്ത്യയിൽ പോലും ഓടുന്ന എല്ലാ ട്രെയിനിലും ഭക്ഷണം കിട്ടാനുള്ളൊരു സംവിധാനമുണ്ട്, ഒരു പാൻട്രി കാർ ഉണ്ടാവും. ഈ ട്രെയിനിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇത് പ്രതീക്ഷിച്ച് ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ ട്രെയിനിലേക്ക് വന്ന് കയറിയത്. അല്ലെങ്കിൽ തന്നെ രാവിലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാസ്ട്രാക്കി ഗ്രാമത്തിൽ ഒരു വലിയൊരു അത്തിമരത്തിൻ്റെ ചുവട്ടിലുള്ളൊരു റെസ്റ്റോറൻറ്റ് ചുവട്ടിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അവിടെ കുറേ കടകളുണ്ട്, സുവനീർ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പല കടകളും അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൊതുവേ അവധിയാണല്ലോ. ഈ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്നിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ പലവിധ പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലത് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതിരിക്കുന്നത് കാണാം, ചില ബൗളുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ പുതിയതൊരെണ്ണം ഉണ്ടാക്കി വരാൻ സമയമെടുക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അവിടെ നോക്കി, ഇപ്പോൾ പുഡിങ് പോലെ ഇരിക്കുന്നൊരു സാധനം, കണ്ടിട്ട് നല്ല ഗംഭീര സാധനം, നമുക്ക് കൊതിപ്പിക്കുന്നൊരു വിഭവം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു ഇതെന്താ സാധനം? അപ്പോൾ അവരെന്തോ ഒരു ഗ്രീക്ക് പേര് പറഞ്ഞു. പൊട്ടറ്റോ, ഉള്ളി, മാംസം, ഇത് മൂന്നും കൂടെ ചേർന്നുണ്ടാക്കിയ എന്തോ ഒരു വിഭവമാണ്. ഞാൻ പറഞ്ഞു അത് തന്നെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരൊരു പ്രത്യേക ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അതിങ്ങനെ മുറിച്ചിട്ട് ഒരു ഫോയിൽ പേപ്പറിനകത്ത് പാക്ക് ചെയ്ത് തന്നു. പകുതി അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. അതീവ രുചികരമായ ഒരു വിഭവമാണ്. നിർഭാഗ്യവശാൽ ഇപ്പോഴും എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല. ഞാൻ പകുതി കഴിച്ചിട്ട് ബാക്കി വീണ്ടും പാക്ക് ചെയ്ത് പൊതിഞ്ഞ് കൂട്ടിനകത്താക്കി കൈവച്ചു. കാരണം ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും വിശന്നെങ്കിലോ. പിന്നെ ഞാൻ ആ ഗ്രാമത്തിലൂടെ, കാസ്ട്രാക്കി ഗ്രാമത്തിലൂടെ കുറച്ച് നേരം ഒന്ന് നടന്നു. അവിടുത്തെ ചില വീടുകൾ, പറമ്പുകൾ, പുരയിടങ്ങൾ, കാഴ്ചകളൊക്കെ. പക്ഷേ മനുഷ്യരധികമില്ല. അവരൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് പലരും വിശ്രമിക്കുന്ന ദിവസമാണ്, വീടിനകത്തായിരിക്കും കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുക. ലഞ്ചിൻ്റെ സമയമാണല്ലോ. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മയങ്ങും, പിന്നെ ഒരു 4 മണിക്കൊക്കെ ഉണരും. ഇങ്ങനെയൊക്കെയാണ് ഒരു സാധാരണ ചിട്ട. ഈ കാസ്ട്രാക്കി ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ അവിടെ പല ഉൾവഴികൾ കാണാം. അവിടെയൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ അകലെയുള്ള ഈ കാസ്ട്രാക്കി എന്ന് പറയുന്ന ഗ്രാമം താഴ്വാരത്താണ്, കുറേയൊക്കെ താഴ്വാരത്താണ്. അതിൻ്റെ ചുറ്റുമാണ് ഈ പില്ലർ റോക്കുകൾ ഉയർന്നു നിൽക്കുന്നത്. പല പില്ലർ റോക്കുകളിലും ചുവട് വന്ന് നിൽക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലാണ്, ഗ്രാമത്തിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നടന്നു പോകാനുള്ള വഴികളുണ്ട്. അതാണ് ഈ ചൂണ്ടുവലകൾ വെച്ചിരിക്കുന്നത്. ട്രക്കിംഗ് ട്രെയിലുകൾ, നടന്നു പോകാനുള്ള പാതകളാണ്, ഒറ്റയടി പാതകൾ. അതിലൂടെ നടന്നാൽ അവിടെ ഏത് മൊണാസ്ട്രിയിലേക്ക് എത്തും എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു പോകുന്ന ടൂറിസ്റ്റുകളല്ല കൂടുതലും. ഞങ്ങളെപ്പോലെ സമയം കുറഞ്ഞവരൊക്കെയാണ് ഞങ്ങൾ ഈ 8-10 പേര് ഇങ്ങനെ വന്നിരിക്കുന്നത്. ബാക്കി ഇവിടേക്ക് എത്തുന്ന പല ടൂറിസ്റ്റുകളും പാശ്ചാത്യ നാടുകളിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ ഏതെങ്കിലും ഒരു ഹോം സ്റ്റേയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിച്ചിട്ട് ദിവസങ്ങൾ എടുത്ത് ഇവിടുന്ന് നടന്ന് ഈ കൂറ്റൻ ചുണ്ണാമ്പ് പാറയുടെ മുകളിലുള്ള മൊണാസ്ട്രിയിലേക്ക് നടന്നു കയറും. അതിസാഹസികമായൊരു യാത്രയാണ്, പണ്ട് സന്യാസിമാർ കയറിയിരുന്നത് പോലെ. അതിനുള്ള ട്രെയിലുകളൊക്കെ കാണാം. ഇതൊക്കെ കണ്ട് ഷൂട്ട് ചെയ്ത് ഞാൻ തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും കത്രീന പോകാൻ റെഡിയായിട്ട് ബസ്സിനെടുത്തുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ബസ്സിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. ഞാനും ചെന്ന് കയറി ഞങ്ങൾ ഇവിടുന്ന് യാത്രയാകാണ്. ഇനി നമ്മൾ മൊണാസ്ട്രികൾ കാണാനായിട്ടുള്ള യാത്രയാണ്. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള 24 കൂറ്റൻ പാറക്കെട്ടുകളുടെ മുകളിൽ മൊണാസ്ട്രികളുണ്ടായിരുന്നു. അന്ന് ആ മൊണാസ്ട്രികളെല്ലാം നിറയെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ തുർക്കികൾ ഈ പ്രദേശം ഉപേക്ഷിച്ചു. തുർക്കിയിൽ നിന്ന് ഗ്രീസ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു, സന്യാസിമാരുടെ എണ്ണം കുറഞ്ഞു. കാരണം അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കാമെന്നായി, അവർ സ്വതന്ത്ര ജീവിതമായി, ക്രിസ്ത്യാനികൾ സാധാരണ ജീവിതം പുലർത്തി തുടങ്ങി. എന്നാൽ പിന്നീട് 2ാം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മൻ സൈന്യം, ജർമ്മനിയും തുർക്കിയും സഖ്യകക്ഷികളായിരുന്നു. അപ്പോൾ ജർമ്മൻ സൈന്യം ഈ ഗ്രീസിനെ ആക്രമിച്ചു. ജർമ്മനിയുടെ ഒരു ധാരണ മാത്രമല്ല, അതിൽ കുറേ യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. ജർമ്മനിക്കെതിരെ പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദ സംഘടനകൾ ഗ്രീസിൻ്റെ ഉൾനാടുകളിലുണ്ടെന്നായിരുന്നു. അപ്പോൾ അത്തരം തീവ്രവാദി സംഘടനകൾ ഇത്തരം ഒറ്റപ്പെട്ട പർവ്വത മുകളിലെ മൊണാസ്ട്രികളിൽ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിവരം ഇവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഇവർ വിമാനത്തിൽ വന്ന് ബോംബിടുകയും അല്ലാതെ ചെന്ന് ആക്രമിച്ച് തകർക്കുകയും ചെയ്തു നിരവധി മൊണാസ്ട്രികൾ. കൂടാതെ ഈ മൊണാസ്ട്രികളിലൊക്കെ വലിയ വിലയേറിയ പെയിൻറ്റിങ്ങുകളുണ്ടായിരുന്നു. ഏതാണ്ട് 1000ഓളം വർഷം ഇതിനകത്ത് സന്യാസിമാർ ജീവിക്കുമ്പോൾ എത്ര തലമുറ സന്യാസിമാരും എത്ര ആയിരം സന്യാസിമാരും അവിടെ ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. അവരിൽ അതിഗംഭീരന്മാരായ കലാകാരന്മാരുണ്ടായിരുന്നു. അവർ വരച്ച മ്യൂറലുകൾ ഇപ്പോഴും ഈ മൊണാസ്ട്രികൾക്കൊക്കെ അകത്തുണ്ട്. കൂടാതെ അവരുടെ അമൂല്യങ്ങളായ പെയിൻറ്റിങ്ങുകളുണ്ടായിരുന്നു. അത് പലതും ബൈബിളിനെ കഥകളെയൊക്കെ ബന്ധപ്പെടുത്തിയതായിരിക്കാം. എങ്കിൽ പോലും അമൂല്യങ്ങളായ പെയിൻറ്റിങ്ങുകൾ, അതുപോലെ തന്നെ സഞ്ചാരികളായ ആളുകൾ, തീർത്ഥാടകരായ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്മാനങ്ങൾ പലതും സ്വർണവും അമൂല്യ രത്നങ്ങളും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഈ മൊണാസ്ട്രികളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെല്ലാം ഈ ജർമ്മൻ പട്ടാളം കൊള്ളയടിച്ചുകൊണ്ട് പോയി. അങ്ങനെ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ഈ 24-25 മൊണാസ്ട്രികൾ ഉണ്ടായിരുന്നതിൽ 6 മാത്രമായിട്ട് അവശേഷിച്ചു. ബാക്കിയൊക്കെ പലതും തകർന്നുപോയി. പിന്നെ ദീർഘകാലം ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നു. പിന്നീട് 70കളിലൊക്കെയാണ് വീണ്ടും ഇതിനെ നവീകരിച്ചെടുക്കുകയും തകർന്നതിനെ പുനഃസൃഷ്ടിക്കുകയും പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ അവശേഷിക്കുന്നതും സജീവമായിട്ട് നിലനിൽക്കുന്നതും പ്രധാനമായിട്ട് 6 മൊണാസ്ട്രികളാണ്.
അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് റോസനോവ് മൊണാസ്ട്രി എന്ന് പറയുന്നൊരു മൊണാസ്ട്രിയാണ്. ഈ റോസനോവ് മൊണാസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന മൊണാസ്ട്രിയാണ്. കന്യാസ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള 2-3 മൊണാസ്ട്രികളുണ്ട്. റോസനോവ് അത്തരത്തിലൊരെണ്ണമാണ്. സെൻറ്റ് സ്റ്റീഫൻസ് മൊണാസ്ട്രി എന്ന് പറയുന്നത് കന്യാസ്ത്രീകൾ മാത്രം വസിക്കുന്ന ഒരു മൊണാസ്ട്രിയാണ്. മറ്റ് മൊണാസ്ട്രികളിലൊക്കെ പുരുഷന്മാരായ സന്യാസിമാരാണ് താമസിക്കുന്നത്. അങ്ങനെ ഓടി നമ്മൾ ആദ്യം ചെല്ലുന്നത് വാർലാം എന്ന് പറയുന്ന മൊണാസ്ട്രിയുടെ സമീപത്തേക്കാണ്. വാർലാം മൊണാസ്ട്രിയുടെ അടുത്തേക്കല്ല ചെല്ലുന്നത്, അതിൻ്റെ ഇപ്പുറത്തുള്ള മൊണാസ്ട്രി ഇങ്ങനെ ഒരു കൂറ്റൻ പാറയായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഇപ്പുറത്തുള്ളൊരു മലയുടെ ചെരുവിലുള്ള ഒരു പാർക്കിംഗ് ഏരിയ വണ്ടി കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് കത്രീന പറഞ്ഞു, സമയം നമുക്ക് വളരെ കുറവ് അറിയാമല്ലോ, പക്ഷേ നിങ്ങൾക്ക് അവിടെ പോകാം, മൊണാസ്ട്രിക്ക് അകത്ത് കയറാം. അങ്ങോട്ട് ഇപ്പം ഈ നിൽക്കുന്ന മല, അത് കഴിയുമ്പോൾ നമ്മൾ നടന്ന് ഒരു വലിയൊരു പാറയുടെ കുത്തനെയുള്ള ഒരു പില്ലർ റോക്കിന് സമയത്തേക്ക് എത്തും. ആ പില്ലർ റോക്കിനും ഈ വാർലാ മൊണാസ്ട്രി ഇരിക്കുന്ന പില്ലർ റോക്കിനും ഇടയ്ക്ക് വലിയൊരു കിടങ്ങാണ്. വീതി കുറഞ്ഞൊരു ഇടുക്കാണ്, മലയിടുക്ക്. അതിന് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നാൽ സ്റ്റെപ്പുകൾ പണിതിട്ടുണ്ട്. ഈ സ്റ്റെപ്സ് കയറി 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 നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അതും കത്രീന പറഞ്ഞു, പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് 70കൾക്ക് ശേഷം ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയതിന് ശേഷവും പിന്നെ സന്യാസിമാർക്ക് സൗകര്യപ്രദമാകാൻ വേണ്ടിയിട്ടും കൊത്തിയുണ്ടാക്കിയതാണ്. ഈ പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം വാർലാ മൊണാസ്ട്രിയുടെ പിൻഭാഗത്ത് തടി കൊണ്ടുള്ളൊരു കൂട് പോലെ പണിത് വെച്ചിട്ടുണ്ട്. ആ തടിക്കൂട്ടിനകത്തുനിന്ന് ഒരു കപ്പിയും കയറും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അക്കാലത്തെ ലിഫ്റ്റ്. ഇതിനകത്ത് കയറ് താഴോട്ടിറക്കും. താഴെ അറ്റത്ത് ഒരു വലക്കൂടുണ്ടാവും. അപ്പോൾ സന്യാസി, ഇങ്ങോട്ട് വരേണ്ട സന്യാസി അതിനകത്ത് കയറിയിരിക്കും. മുകളിലുള്ള 2-3 സന്യാസിമാർ ചേർന്ന് വലിച്ചു പൊക്കും. വെള്ളം കോരുന്ന പോലെ വലിച്ചു പൊക്കി ഇവരെ മുകളിൽ കൊണ്ടുവരും. സന്യാസിമാരെ മാത്രമല്ല, ഈ സന്യാസ മഠം അല്ലെങ്കിൽ ഈ ആശ്രമം, ഈ മൊണാസ്ട്രി പണിയാനാവശ്യമായ സർവ്വ സാധനങ്ങളും താഴെ നിന്ന് 10, 100, 200, 300 മീറ്റർ താഴെ നിന്ന് വലിച്ചു കയറ്റി 20-25 വർഷം കൊണ്ടാണ് ഈ മൊണാസ്ട്രികളൊക്കെ പണിതത്. അപ്പോൾ ആളെ കൊണ്ടുവന്നത്, ഭക്ഷണവസ്തുക്കൾ കൊണ്ടുവന്നത്, വെള്ളം കൊണ്ടുവന്നത് ഒക്കെ ഇങ്ങനെയാണ്. 10, 20, 25 വർഷം കൊണ്ടാണ് ഈ മൊണാസ്ട്രിയൊക്കെ പണിതെടുത്തത്. അതിൻ്റെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവരാനായിരുന്നു ബുദ്ധിമുട്ട്. ഈ പണിതതും സന്യാസിമാർ തന്നെയാണ്. അപ്പോൾ ഒരു പ്രാകൃത രൂപത്തിലാണ് പണിതിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കാണാനൊക്കെ വളരെ ഭംഗിയാണ്. ഈ വാർലാം മൊണാസ്ട്രി എന്ന് പേര് വരാനും മറ്റൊരു കാരണമുണ്ട്. വാർലാം എന്ന് പറയുന്ന ഒരു സന്യാസിയാണ് ഇത് പണിതത്. 1350 അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് ഈ പാറക്കെട്ട് കണ്ട് അതിൻ്റെ മുകളിൽ വന്ന് താമസമാക്കി സന്യാസം ആരംഭിച്ചു. കുറച്ച് കല്ലൊക്കെ പറക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു സന്യാസി മഠം ഉണ്ടാക്കി അവിടെ താമസമാക്കി 1350. അവിടെ ആ ചെറിയ ഫെസിലിറ്റിയിൽ, ആ ചെറിയ സൗകര്യത്തിൽ ഈ വാർലാം സന്യാസി കുറേ കാലം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ ആരും അങ്ങ് തിരിഞ്ഞു നോക്കിയില്ല. ഏതാണ്ട് 200 കൊല്ലം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഈ മൊണാസ്ട്രി അവിടെ കിടന്നു. മൊണാസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, കല്ലുകൊണ്ട് പടുത്ത ഒരു കെട്ടിടം, ചെറിയൊരു കെട്ടിടം, ഒരു ഷെഡ് എന്ന് വേണേൽ പറയാവുന്ന പോലെ. 200 വർഷം കഴിഞ്ഞ് 2 പേര് വീണ്ടും അവിടേക്ക് ചെല്ലുന്നു. അവർ അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള സന്യാസിമാരായിരുന്നു. അവരതിൻ്റെ മുകളിലെത്തിയിട്ട് ആ സന്യാസി മഠത്തെ വിപുലീകരിക്കാൻ തുടങ്ങി. അവരേതാണ്ട് 20-22 വർഷം കൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലിഫ്റ്റിൽ കപ്പിയും കയറും ഉപയോഗിച്ച് താഴെ നിന്ന് മെറ്റീരിയൽ സാധനങ്ങൾ മുകളിൽ കൊണ്ടുവന്ന് വിപുലമായൊരു സന്യാസി മഠം ഉണ്ടാക്കി. പിന്നീട് അവിടേക്ക് എത്തിയിരുന്ന സന്യാസികളുടെ എണ്ണം കൂടി. പിന്നെ തലമുറകളോളം 10-40ഓളം സന്യാസിമാരൊക്കെ ഒന്നിച്ചു വസിച്ചൊരു കാലം അവിടെയുണ്ട്. ഞാൻ ഈ ഇടുങ്ങിയ പാതയിലൂടെ ഈ പാലം കടന്ന് ഈ സ്റ്റെപ്സൊക്കെ കയറി മുകളിലേക്ക് നടന്നു. കുറേ കയറണം, 150 സ്റ്റെപ്സ് കയറണം. ഓടി സ്റ്റെപ്സ് കയറി ഒരിടത്ത് നിന്ന് ഷോട്ട് എടുക്കും. അവിടെ നിൽക്കുമ്പോൾ അങ്ങ് താഴെ മറ്റ് മൊണാസ്ട്രികൾ കാണാം. ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ റോസനാവ് മൊണാസ്ട്രി കാണാം. വേറൊരു ഭാഗത്ത് അതിബൃഹത്തായ മറ്റൊരു മൊണാസ്ട്രി കാണാം. അതാണ് അവിടെ കണ്ടതിൽ ഏറ്റവും വലിയ മൊണാസ്ട്രി. ദ ഗ്രേറ്റ് മെറ്റിയോരൻ മൊണാസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു കൂറ്റനൊരു പാറയുടെ മുകളിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രിയും ഗ്രേറ്റ് മെറ്റിയോരൻ മൊണാസ്ട്രിയാണ്. അതൊക്കെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ ഞാൻ ഏറ്റവും മുകളിലെത്തി നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് മനോഹരമായൊരു കെട്ടിടമാണ് കേട്ടോ. ഗംഭീരമായ നിർമ്മിതിയാണ്. നമുക്ക് കൊതി വരുന്ന തരത്തിലുള്ള ഒരു റസ്റ്റിക് ബിൽഡിംഗ്. അതിനകത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിക്കകത്ത് ഇവരുടെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ഒരു മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ബൈബിളുകൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, കൂടാതെ അന്നത്തെ സന്യാസിമാരുടെ വേഷം, ഇതെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പല മുറികളിലൂടെ നമുക്ക് നടക്കാം. അവിടെ എല്ലാം ടൂറിസ്റ്റുകളുണ്ട്. അതിൻ്റെ ഒരു നടുമുറ്റമുണ്ട്. നടുമുറ്റത്ത് നിന്നാൽ വലിയൊരു മട്ടുപ്പാവ, ബാൽക്കണി പോലെയുള്ളൊരു ഭാഗമാണ്. അവിടെ നിന്ന് കഴിയുമ്പോൾ താഴ്വാരത്ത് അങ്ങ് താഴെ നമ്മൾ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ച ആ കാസ്ട്രാക്കി ഗ്രാമം കാണാം. അതൊക്കെ കണ്ടു, ഷൂട്ട് ചെയ്തു. തിരിച്ചോടുകയാണ്, മലയിറങ്ങി ഓടി ഞാൻ പാഞ്ഞ് പാർക്കിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാവരും വണ്ടിക്കകത്ത് കയറി എന്നെ കാത്തിരിക്കുകയാണ്. അടുത്തത് പോകുന്നത് ഞാൻ മുമ്പേ കണ്ട ആ ഗ്രേറ്റ് മെറ്റിയോരൻ മൊണാസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ മല കയറി പോകണം. വേറൊരു മലയുടെ ചെരുവിൽ കൂടെ പോയിട്ട് വേണം ഈ വലിയ പില്ലർ റോക്കിൻ്റെ സമീപത്ത് പോയി നിൽക്കാൻ. അവിടെ ഈ പറഞ്ഞ പോലെ പില്ലർ റോക്കിനെ ഈ മലയായിട്ട് വേർതിരിക്കുന്ന വലിയൊരു കിടങ്ങുണ്ട്. അതിൻ്റെ ഇങ്ങേക്കരയിലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ കത്രീന ചോദിച്ചു, നിങ്ങൾ ഈ മലഞ്ചെരുവിലൂടെ താഴേക്ക് ഇറങ്ങി ഒരു പാലം കടന്ന് പിന്നെ ഒരു 10-250 സ്റ്റെപ്സ് കയറി
മൊണാസ്ട്രിയിലെത്തണം. കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രി അതാണ്. കത്രീന മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു, സെൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന മൊണാസ്ട്രി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, മല കയറണ്ട, പാർക്കിങ്ങിൽ നിന്ന് ഒരു പാലം കടന്നാൽ മൊണാസ്ട്രിയിലേക്ക് പോകാം. അവിടെ കയറണോ ഇവിടെ കയറണോ എന്നായി ചോദ്യം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം, ഈ പ്രായമായവരെല്ലാവരും പറഞ്ഞു നമുക്ക് സെൻറ്റ് സ്റ്റീഫൻസിൽ കയറിയാൽ മതി. അപ്പോൾ എനിക്ക് പക്ഷേ ഷൂട്ട് ചെയ്യാൻ കൂടുതലുള്ളതും ചരിത്രം കൂടുതലുള്ളതും ഈ പറഞ്ഞ ഗ്രേറ്റ് മെറ്റിയോറൻ മൊണാസ്ട്രിയാണ്. അപ്പോൾ ഞാൻ മാത്രം എൻ്റെ ദുർബല ശബ്ദത്തിൽ പറഞ്ഞു നോക്കി, ഇവിടെ പോയാൽ പോരെ. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ചിട്ട് കത്രീന പറഞ്ഞു, സോറി, നമുക്ക് അവിടെ പോകാം, നമ്മുടെ കൂടെയുള്ളവർക്കെല്ലാം ഇത്രയും മല കയറാൻ പറ്റില്ല. തന്നെയല്ല, ഇന്ന് ഒരു മൊണാസ്ട്രിയുടെ മുകളിൽ ഇപ്പോൾ കയറിയിട്ട് ഇറങ്ങി വന്നതല്ലേ ഉള്ളൂ. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ വണ്ടി നിർത്ത്, എനിക്കൊരു 10 മിനിറ്റ് സമയം എന്താ, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഷോട്ടുകൾ എടുക്കാം, എനിക്ക് കുറച്ച് വിഷ്വൽസ് എടുക്കണം. അങ്ങനെ ഞാൻ അവിടെ പുറത്തിറങ്ങി നിന്നു. അവിടെ നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ധാരാളം സുവനീർ കടകൾ, ധാരാളം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നു, അവർക്ക് വേണ്ട ഫെസിലിറ്റികൾ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സ്ഥലമാണ്. ഈ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ഒറ്റപ്പാറ കെട്ടിൻ്റെ മുകളിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ ഈ ഏകാന്ത ജീവിതം നയിച്ച സന്യാസിമാർ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ആർക്കിടെക്ചറൽ ഭംഗിയോടുകൂടി മൊണാസ്ട്രികൾ പണിതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അവർ മാത്രം പണിതല്ലത്, പിന്നീട് വന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ നവീകരിക്കാൻ ശ്രമിച്ചു. 70കളിലും 80കളിലും ഒക്കെ ഇതിനെ പുനഃസൃഷ്ടിച്ചപ്പോൾ അവർ കുറേയും കൂടെ കലാപരമായിട്ട് അതിനെ പൂർണ്ണതയോടെ നിർമ്മിച്ചു. ഗ്രീസിൻ്റെ ഒരു നാഷണൽ മോണ്യുമെൻ്റാണ് ഇന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം മാത്രമല്ല, അവരുടെ ഏറ്റവും അഭിമാനകരമായ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ഗംഭീര ഡെസ്റ്റിനേഷനായിട്ട് അത് മാറി. ഈ മൊണാസ്ട്രിയിലും അതിൻ്റെ പിൻഭാഗത്ത് ഒരു ലിഫ്റ്റുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പോലത്തെ ഒരു സംവിധാനം, കൂറ്റൻ സംവിധാനമാണത്. അപ്പോൾ വലിയ ഭാരമുള്ളതൊക്കെ കയറ്റണം, ഭാരമുള്ള വസ്തുക്കൾ കയറ്റണം, ആളുകളെ വലിച്ചു കയറ്റണം. ഇങ്ങനെ ഇന്ന് നമ്മൾ കയറുന്ന തരത്തിലുള്ള സ്റ്റെപ്സ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് കുത്തനെ നിൽക്കുന്നൊരു പാറയുടെ മുകളിൽ എങ്ങനെ മനുഷ്യൻ കയറി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ വലിച്ചു കയറ്റിയതാണ്. ഈ ഗ്രേറ്റ് മെറ്റീരിയൻ മൊണാസ്ട്രി വമ്പൻ മൊണാസ്ട്രി ആണെങ്കിൽ അത് സജീവമായിരുന്ന കാലത്തും അതിനകത്തൊരു 45 ആളുകൾ വസിച്ചിരുന്നത്. ഇപ്പോഴും ആൾ വസിക്കുന്നുണ്ടെന്ന് കത്രീന പറഞ്ഞു. അതിനകത്ത് ഇപ്പം 3 പേരെ വസിക്കുന്നുള്ളൂ സ്ഥിരമായിട്ട്. പക്ഷേ ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്നു. അവർക്ക് എപ്പോൾ വേണേലും അവിടേക്ക് ആളുകൾക്ക് എത്താൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. ഇന്ന് കൂടുതൽ സൗകര്യപ്രദമാണ് അവിടുത്തെ ജീവിതം. മലഞ്ചെരുവുകളിലൂടെ പോകുമ്പോൾ പല ഭാഗത്തും വ്യൂ പോയിൻറ്റുകളിൽ നിന്നാൽ നമുക്ക് ഈ 6 മൊണാസ്ട്രികളും പലയിടത്തായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി നിൽക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരിടത്ത് ഒരു പാറക്കെട്ടിൻ്റെ സമീപം വണ്ടി കൊണ്ടുപോയി നിർത്തി, വേണ്ടവർക്കൊന്ന് ഇറങ്ങാം, ഒരു ഫോട്ടോ സ്റ്റോപ്പാണെന്ന് പറഞ്ഞു. ഞാനവിടെ ഇറങ്ങി. അപ്പോൾ വലിയ ക്ലിഫിൻ്റെ വക്കിലേക്ക് ആളുകൾ പോവുകയാണ്. ഒരു ഭയവുമില്ലാതെ അവിടെ പോയി നിന്ന് സെൽഫികൾ എടുക്കുന്നു, ഫോട്ടോകൾ എടുക്കുന്നു. ഇനി കാണാൻ പോകുന്ന സെൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന മൊണാസ്ട്രി ഇവിടെ നിന്ന് കാണാം. അതിഗംഭീരമായൊരു പാറക്കെട്ടിൻ്റെ മുകളിലാണത്. അതിമനോഹരമാണ്. അതിലേക്ക് കയറി ചെല്ലാൻ ഈ മലയുടെ മുകളിൽ നിന്ന് മറ്റൊരു മലയുടെ മുകളിലേക്ക് ഒരു പാലം പണിത് വെച്ചിരിക്കുന്നത് കാണാം. ഈ പാലവും ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ എങ്ങനെ കയറി എന്നുള്ളത് അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേ നേരം അത്ഭുതത്തോടെ ചിന്തിച്ച് നിൽക്കും. ഇന്ന് കുറേയേറെ സന്യാസിനിമാർ വസിക്കുന്ന ഒരു മൊണാസ്ട്രി. ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കത്രീന അടുത്ത് വന്നു. കത്രീന അടുത്ത് വന്നിട്ട് പറഞ്ഞു, വേറൊരു കാര്യം അറിയോ, ഇവിടെ അടുത്ത കാലത്ത് നിരവധി സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ജെയിംസ് ബോണ്ടിൻ്റെ ഫോർ യുവർ ഐസ് ഉള്ളി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ വലിയൊരു ഭാഗം ചിത്രീകരിച്ച് ഈ പ്രദേശത്ത് വെച്ചാൽ. ഈ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളൊക്കെ ഭൂമിയിലെ എന്തെങ്കിലും അത്ഭുത പ്രതിഭാസങ്ങളുള്ളിടത്ത് വെച്ചായിരിക്കുമല്ലോ ചിത്രീകരിക്കുക. അതുപോലെ തന്നെ മെറ്റിയോറ എന്ന് പറയുന്നൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങൾ സെൻറ്റ് സ്റ്റീഫൻസ് മൊണാസ്ട്രിയിലേക്ക് പോവാണ്. കുറേ ദൂരം ഓടി. ഇതെല്ലാം ഈ മലമ്പാതകളിലൂടെയാണ് ഓടുന്നത്. സെൻറ്റ് സ്റ്റീഫൻസ് മൊണാസ്ട്രിയുടെ പാർക്കിംഗ് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഇറങ്ങുന്നതിന് മുമ്പ് കത്രീന പറഞ്ഞു, 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നിങ്ങളൊരു ടിക്കറ്റ് എടുക്കണം. 3 യൂറോയാണ് ടിക്കറ്റ് നിരക്ക്. 2, നമുക്കിവിടെ അരമണിക്കൂർ സമയമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അധികം കയറാനൊന്നുമില്ല. നിങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് ഒരു പാലം കടന്നാൽ അങ്ങോട്ട് ചെല്ലും, പിന്നെ സ്റ്റെപ്സ് കയറി നിങ്ങൾക്ക് മൊണാസ്ട്രിക്കകത്തേക്ക് കയറാം. വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ മനോഹരമായ ഒരു മൊണാസ്ട്രിയാണ്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് കണ്ടിട്ട് തിരിച്ചു വരണം. ഒരു 20 അടി ഗ്യാപ്പേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ 2 കൂറ്റൻ പാറത്തൂണുകൾക്കിടയിൽ. പക്ഷേ അതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒരു 10-20 നില കെട്ടിടത്തേക്കാൾ ആഴത്തിൽ കിടക്കുക. അതുകൊണ്ടാണ് ഈ തുർക്കികളുടെ അധിനിവേശ കാലത്തും തുർക്കി സൈന്യത്തിന് ഇവരെ തൊടാൻ പറ്റാതെ പോയത്. ഇവിടെ നിന്ന് എത്തിപ്പെടണമെങ്കിൽ ഇവർ ഈ കപ്പിയും കയറും താഴേക്ക് ഇട്ടുകൊടുത്താലേ ആൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അള്ളിപ്പിടിച്ച് ഇതിൻ്റെ മുകളിൽ കയറുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇപ്പോൾ ഉള്ള പാലം അടുത്ത കാലത്ത് വെച്ചതാണ്. പക്ഷേ 1600-കളിലും 700-കളിലും ഒക്കെ ഈ കപ്പിയിൽ വലിച്ചു കയറ്റുന്നതിന് പകരം ഇവിടെ ഒരു മരപ്പാലം ഒരു സന്യാസി സ്ഥാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടെ സന്യാസിനിമാർക്കുള്ള മടവായിട്ട് ഇത് മാറിയത്. കാരണം സന്യാസിനിമാർക്ക് കുറച്ചുകൂടെ കയറാൻ എളുപ്പമുള്ളിടത്താണല്ലോ അവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. ഞാൻ 3 യൂറോ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് ഇരുന്നു. അകത്ത് കയറി ചെല്ലുമ്പം ഒരു മധ്യകാലഘട്ടത്തിലെ ഒരു കാസിൽ പോലെയാണ്, ഒരു കോട്ട പോലെയാണ്, ദുരൂഹതയുടെ ഒരു ലോകം. കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ എല്ലാ മൊണാസ്ട്രിയിലും ഒരു ചാപ്പലുണ്ടാവും. അവിടെയാണ് പ്രാർത്ഥനയെല്ലാം നടക്കുന്നത്. അതൊക്കെ അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അതിഗംഭീരമാണ്. അതൊരു ഹോട്ടലോ റിസോർട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് എത്ര പണം മുടക്കിയും ആളുകൾ വന്ന ആഴ്ചകളോടെ താമസിച്ചതിനെന്ന് തോന്നും. അത്ര മനോഹരമായൊരു സ്ഥലത്താണ് അതിരിക്കുന്നത്. അതിഗംഭീരമായ അനുഭവമാണ്. അതിനുള്ളിലൂടെ എല്ലാം നടന്നു.
അതിൻ്റെ ഒരു വക്കിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു ഭാഗത്ത് പിൻഭാഗത്തെ ഒരു മട്ടുപ്പാവ് പോലത്തെ ഒരു ഭാഗത്ത് നിന്ന് കഴിയുമ്പം അങ്ങ് താഴെ നമ്മുടെ കലബാക്ക പട്ടണം കാണാം. കലബാക്ക പട്ടണം പരന്ന് കിടക്കുന്ന കാഴ്ച ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. താഴ്വാര കാഴ്ചകൾ, താഴ്വാര ഗ്രാമങ്ങൾ, അതിസുന്ദരമായ കാഴ്ചയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അകത്തെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഓടി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള സഹയാത്രികർ പലരും എത്തുന്നേ ഉള്ളൂ. ഞാൻ 30 മിനിറ്റിന് 25 മിനിറ്റ് മുമ്പ് തന്നെ തിരിച്ചെത്തി. എല്ലാവരും വണ്ടിയിലേക്ക് വന്ന് കയറി. ഇനി തിരിച്ച് മലയിറങ്ങുകയാണ്. മലയിറങ്ങുമ്പോൾ കത്രീന വീണ്ടും മൈക്കെടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി നിങ്ങളെ കലബാക്ക പട്ടണത്തിൻ്റെ ടൗൺ സ്ക്വയറിൽ കൊണ്ട് ഇറക്കി വിടും. എന്തിനാന്ന് ചോദിച്ചാൽ ഇനി ട്രെയിൻ പുറപ്പെടാൻ 1 മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂറിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കണം ടൗൺ സ്ക്വയറിൽ നിന്ന്. അപ്പോൾ ഒരു 15 മിനിറ്റ് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെടും. ഇതിനിടയ്ക്കുള്ള ഒരു അരമണിക്കൂർ നേരം നിങ്ങൾക്ക് ഈ ടൗൺ സ്ക്വയറിൽ ഭക്ഷണം കഴിക്കുകയോ ഷോപ്പിംഗ് നടത്തുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ചിന്തിച്ചത്, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഒരു ഞായറാഴ്ച ടൂർ നടത്തുന്നു, ടൂറിൻ്റെ ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലും കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന എത്രയോ തൊഴിലുകളുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഇവർക്ക് ഈ ടൂർ കമ്പനി പൈസ കൊടുക്കും. അതുകൂടാതെ ഈ ട്രാവൽ ചെയ്യുന്നവരും ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാൽ ഓരോ എന്തെങ്കിലും ടിപ്പായിട്ട് കൊടുക്കും. ഞങ്ങളുടെ കൂടെയുള്ളവർ ഓരോരുത്തരും ഒരു 10 യൂറോ വീതം കൊടുത്താൽ പോലും ഏതാണ്ട് 80 യൂറോ ഇവർക്ക് ഇന്ന് കിട്ടും. 80 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 രൂപയാണ്. ഒരു ഞായറാഴ്ച ഈ പെൺകുട്ടിക്ക് കിട്ടുന്നത് 8000 യൂറോയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഓടി കലബാക്ക പട്ടണത്തിൻ്റെ ടൗൺ സ്ക്വയറിൽ പോയി നിന്നു. കത്രീന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവൾക്ക് ഓരോ ചെറിയ സമ്മാനം കൊടുത്തു. അത് ഡ്രൈവർക്കും ഇവക്കൂടി ഉള്ളതാണ്. പക്ഷേ അവൾ വളരെ ഹാപ്പിയായി. ഡ്രൈവർ ആദ്യമായിട്ട് ചിരിച്ചു, കൈവീശി കാണിച്ചു. എന്നിട്ട് കത്രീനയും ഡ്രൈവറും വണ്ടിയും കൂടെ ഓടിപ്പോയി. ഇനി ഞങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. കുറച്ച് സമയം, ഒരു അരമണിക്കൂർ ഞാൻ ഈ സ്ക്വയറിലൂടെ ചുറ്റും നടന്നു. അവിടെ നടക്കുമ്പം റെസ്റ്റോറൻറ്റുകളുണ്ട്, അതിനകത്ത് ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്നുണ്ട്. ബിയറും ലഘുഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ആളുകളുണ്ട്, വൈൻ നുണഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്, ഒരു കാപ്പി മാത്രം കുടിച്ചിരിക്കുന്ന ആളുകളുണ്ട്, കുടുംബമായിട്ട് വന്നവരുണ്ട്, ചെറു സംഘങ്ങളുണ്ട്. കുറേയേറെ കടകൾ അടഞ്ഞാൽ കിടക്കുന്നതെങ്കിലും ടൂറിസ്റ്റുകളെ കൊണ്ട് മാത്രം സജീവമായ ഒരു സ്ക്വയറായത് മാറി. അവിടെ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഒരു മരബെഞ്ചിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഞാൻ മിച്ചം ഉണ്ടായിരുന്ന ഉച്ചയ്ക്ക് ബാക്കി വെച്ച ആ ഭക്ഷണം കഴിച്ചു. ആ വിചിത്ര വിഭവം, പേരറിയാത്ത ആ വിഭവം രുചികരമായിട്ട് ആസ്വദിച്ചു. പിന്നെ ഞാൻ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്ത് പയ്യെ മലയിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അവിടെ നിൽക്കുമ്പോഴും താഴെ റെയിൽവേ സ്റ്റേഷൻ കാണാം. റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ട്രെയിൻ പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഞാൻ എൻ്റെ ബോഗി 4-ാം കോച്ചിലാണെന്ന് എനിക്കറിയാം. തിരിച്ചു പോകുമ്പോഴും സെയിം കോച്ച് തന്നെയാണ്. 4-ാം കോച്ചിലെ 85-ാം സീറ്റാണ്. ആ കോച്ച് തുറക്കാൻ നോക്കുമ്പോൾ പൂട്ടിയിട്ടിരിക്കുക. പുറത്ത് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്നു. കോച്ചിൻ്റെ വാതിലുകളെല്ലാം തുറന്നു. അതിനകത്തെ പവറെല്ലാം ഓൺ ചെയ്തു. അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ തെളിഞ്ഞു. ഞങ്ങളകത്ത് കയറി. ഞാൻ 4-ാമത്തെ കോച്ചിൻ്റെ 85-ാം സീറ്റിൽ തന്നെ പോയിരുന്നു. കൃത്യം സമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെടുകയായി. കലബാക്ക പട്ടണത്തെ പിന്നിലാക്കി അത് ഓടി. ഒരു മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ നിറഞ്ഞിരിക്കുന്നു, ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നൊരു കാര്യം മനസ്സിലായി. വെള്ളിയാഴ്ച വൈകിട്ടത്തെ ട്രെയിനിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് വന്നവരൊക്കെ നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ടത്തെ ട്രെയിനിൽ ഏതൻസ് എന്ന മഹാനഗരത്തിലെ അവരുടെ തൊഴിൽശാലകളിലേക്ക്, വീടുകളിലേക്ക്, ഫ്ലാറ്റുകളിലേക്ക് മടങ്ങുന്നതാണ്. അവിടെ ട്രെയിൻ നിറയെ ആളുമായിട്ടാണ് നമ്മൾ ആ ഏതൻസിലെ ലറീസ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. എനിക്കറിയാം എങ്ങനെയാണ് ഹോട്ടലിലേക്ക് പോകേണ്ടതെന്ന്. അവിടെ നിന്ന് നടന്ന് അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. 5 സ്റ്റേഷനുകൾ പിന്നിട്ട്, 5 മെട്രോ സ്റ്റേഷനുകൾ പിന്നിട്ട് അക്രോപോളിസ് സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. ഇന്നലെ മാത്രം വന്ന ഞാൻ ഏതൻസിലെ സുപരിചിതനായൊരു നിത്യസഞ്ചാരിയെപ്പോലെ, അവിടുത്തെ ഒരു സ്ഥിരതാമസക്കാരനെ പോലെ വഴികളെല്ലാം കണ്ടുപിടിച്ച് ഹോട്ടലിലേക്ക് എത്തുന്നു. ഹോട്ടൽ പാർത്തിനോൺ, മാക്രി സ്ട്രീറ്റിലെ ഹോട്ടൽ പാർത്തിനോണിൻ്റെ 306 നമ്പർ മുറിയിലെത്തി. ഇന്നത്തെ ഒരു ദിവസം ഗംഭീരമായി ചിത്രീകരിച്ചതിൻ്റെ സംതൃപ്തിയോടെ, ഉദ്ദേശിച്ച തടസ്സങ്ങളൊന്നും ഉണ്ടാകാത്തതിൻ്റെ സന്തോഷത്തോടെ നാളെ രാവിലെ മറ്റൊരു ദീർഘമായ കടലയാത്രയ്ക്ക് ഒരുങ്ങി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.